This program co-sponsored by JMJ Fintech, NBFC listed at BSc. In association with Shalom Mattress, everlasting comfort and durability. Budget beyond digits. അങ്ങനെ ഏറെ പ്രതീക്ഷകൾക്കും ചർച്ചകൾക്കും ശേഷം ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ അതായത് STT ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനുള്ള ഒരു STT 0.02% നിന്ന് നിലവിലിപ്പോൾ 0.05% ആക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 53.5 കോടി രൂപയായിരിക്കും എന്നാണ് നിലവിലിപ്പോൾ നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രെൻഡ് പരിശോധിക്കുകയാണെങ്കിൽ 2026 സാമ്പത്തിക വർഷത്തിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 11.21 ലക്ഷം കോടി രൂപ. അവിടെ നിന്ന് നിലവിൽ ഏകദേശം ഇപ്പോൾ 1 ലക്ഷം കോടി രൂപയോളമുള്ള ഒരു വർധനവ് വരുത്തിക്കൊണ്ട് 12.2 ലക്ഷം കോടി രൂപയിലേക്ക് നിലവിലിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ 12.2 ലക്ഷം കോടി രൂപയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിലവിലിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 4.3% എന്നൊരു നിരക്കിലായിരിക്കും. പല തീരുമാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അതിൽ ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളമാണ്. ധനമന്ത്രി സൂചിപ്പിച്ചിരുന്നത് ഇന്ത്യൻ ബാങ്കിങ് മേഖല ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിച്ചു. നിലവിൽ ഈ ഒരു ബാങ്കിങ് മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിലവിലിപ്പോൾ പുതിയ ഒരു ഹയർ ലെവൽ കമ്മീഷനെ നിലവിലിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കൂടാതെ NBFC മേഖലകളെ സംബന്ധിച്ചിടത്തോളം NBFC മേഖലകൾക്കും വലിയ ഒരു പങ്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് എന്ന് പറയുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ AI-ക്കും മറ്റുമൊക്കെ വേണ്ടിയിട്ട് റെയർ എർത്ത് മെറ്റീരിയൽസിന് അതിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഒരു റെയർ എർത്ത് മെറ്റീരിയൽസിനൊക്കെ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. കൂടാതെ ടെക്സ്റ്റൈൽ രംഗത്തേക്ക് വരികയാണെങ്കിലും നിലവിലിപ്പോൾ വന്നിരിക്കുന്ന താരിഫ് പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലായിരുന്നു. ഈ ഒരു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽ ഹബ്ബുകൾ വരുന്നു. കൂടാതെ സ്പെഷ്യാലിറ്റി ടെക്സ്റ്റൈൽസിലേക്കൊക്കെ വരുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പുറമെ ടൂറിസത്തെ വളർത്താൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. അതിലേക്ക് മെഡിക്കൽ ടൂറിസത്തിനെയും കൊണ്ടുവരുന്നു എന്നതുണ്ടാകുന്നു. ഹിമാചൽ പ്രദേശിലേക്ക് അടക്കമുള്ള വലിയ രീതിയിലുള്ള ടൂറിസം പദ്ധതികളൊക്കെ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് നിലവിലിപ്പോൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രാതിനിധ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഷിപ്പിംഗ് മേഖലയ്ക്ക് നിലവിലിപ്പോൾ ഗുജറാത്തിൽ പുതിയൊരു ഷിപ്പിംഗ് പോർട്ടും മറ്റുമൊക്കെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിൽ തന്നെ നിർമ്മലാ സീതാരാമൻ ഫ്യൂച്ചറിനെ മുൻപിൽ കണ്ടുകൊണ്ട് നിലവിലിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ്. കൂടാതെ പവർ ഫിനാൻസ് കോർപ്പറേഷനും RECDയും ഒക്കെ തന്നെ നിലവിലിപ്പോഴുള്ള സ്ട്രക്ചറൽ ഗവൺമെൻറ് ഒരു മാറ്റത്തിലേക്ക് പോകുന്നു. കൂടാതെ പുതിയ ഇൻകം ടാക്സ് ബില്ല് നിലവിലിപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നു എന്നൊരു കാര്യങ്ങളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിലവിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 2% മുകളിലേക്കുള്ള ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും 2% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നുണ്ട്. സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിലും സൂചികകൾക്കൊക്കെ തന്നെ കനത്ത തിരിച്ചടി തന്നെ നേരിടുന്നു. നിഫ്റ്റി മെറ്റൽ സൂചിക ഏകദേശം 5% തിരിച്ചടി നേരിടുന്നുണ്ട്. നിഫ്റ്റി എനർജിയിലേക്ക് വരികയാണെങ്കിൽ 3.25% ഇടിവ്. IT സൂചികയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.5% മുകളിലും. ഇൻഫ്രാസ്ട്രക്ചർ സൂചിക ഏകദേശം 2.25% ഒരു വലിയ ഒരു തിരിച്ചടിയും തന്നെയാണ് നിലവിലിപ്പോൾ നേരിട്ടിരിക്കുന്നത്. STTയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വർധനവ് തന്നെയാണ് നമുക്ക് വലിയൊരു തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സാറിൻ്റെ ഒരു അനാലിസിസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു STTയിൽ വരുത്തിയിരിക്കുന്ന ഈ ഒരു ടാക്സ് വർധനവൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു മുൻപോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആഘാതം ഏത് രീതിയിലായിരിക്കും വിപണിയിൽ സൃഷ്ടിക്കുക? ഇപ്പോൾ നമ്മൾ ഈ STT കുറയ്ക്കുമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ബട്ട് ഇതൊരു വളരെയധികം ഒരു സൂചന കൂടെ നൽകുന്നതാണ്. ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഓപ്ഷൻ്റെയും ഫ്യൂച്ചേഴ്സിൻ്റെയൊക്കെയാണ് STT കൂട്ടിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ആൾറെഡി നേരത്തെ സെബി കുറച്ച് പഠന റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് ഓപ്ഷൻസിൽ ഏതാണ്ട് 80 to 90% ലോസ് ആകുന്നു. നമ്മളെ യങ്സ്റ്റേഴ്സ് അതിലൊക്കെ ഒരുപാട് എക്സ്പോഷർ ആകുന്നു. കാരണം അതെല്ലാം സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ടൂൾസാണ്. പല ഹെഡ്ജിങ്ങിനായിട്ടും റിസ്ക് റിഡക്ഷൻ ആയിട്ടും അതിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിന് നമ്മൾ ബ്ലൈൻഡായിട്ടുള്ള ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് കൊണ്ട് അത് കുറയ്ക്കാനായിരിക്കാം ഇത് ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്. ഇന്ന് വലിയ
ഇതായിട്ടുള്ള ഒരു ഇൻകം എനിക്ക് തോന്നുന്നില്ല അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് കുറയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വോൾട്ടാലിറ്റിയൊക്കെ കുറയ്ക്കാനായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ബേസിക്കലി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒരു വലിയൊരു ഇമോഷണലായിട്ട് തന്നെയാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് ഈ ഒരു ഇഫക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അവരുടെയൊക്കെ ആക്ടിവിറ്റീസ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഇമോഷണലായിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസ്, കാരണം ഇത്രയും നല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിനെയും ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം എല്ലാ വിധത്തിലുള്ള ആളുകളെയും എല്ലാ തലത്തിലുള്ള ആളുകളെയും ഒക്കെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷം നമ്മൾ ഈ ടാക്സിൻ്റെ ഒരു പ്രപ്പോസൽ കൊണ്ട് മാത്രം ആണ് ഇമോഷണലി വരുന്നത്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഫെയർ ആൻഡ് വ്യൂയിലേക്ക് പോവുകയും അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ റെപ്രസെൻറ്റേഷനോ മറ്റോ ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു റിവൈസിക്ക് ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇമോഷണലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ശേഷം നമ്മളൊന്ന് കൺസോൾഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മാർക്കറ്റിൽ. ബട്ട് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലെ എല്ലാ ആളുകളെയും, കാരണം ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് ഇതിലൂടെ കൊടുക്കുന്നത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്ടേഴ്സും, അതായത് ഇപ്പോൾ ഡേറ്റാ സെൻറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിഫൻസിനെ കുറിച്ച് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിലെ എല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിൽ ഡിഫൻസിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ആൾറെഡി നമുക്കത് തരുന്നു. അവർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് അതിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഡ്യൂട്ടി കട്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ്, നമ്മുടെ മിനറൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയൊക്കെ ഡ്യൂട്ടി കട്ട്, കസ്റ്റംസ് ഡ്യൂട്ടി കട്ടൊക്കെ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സർവീസ് ഓറിയൻറ്റഡ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഓറിയൻറ്റഡ് ഇപ്പോഴത്തെ ചലഞ്ചസിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ ടെക്സ്റ്റൈൽ സെക്ടറിനെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ഡിസ്ട്രിക്ട്സിലും ഗേൾസിന് വേണ്ടി ഹോസ്റ്റൽസ്, അപ്പോൾ ആ ഒരു വിഭാഗത്തെയും ഇൻഫ്രാസ്ട്രക്ചറും കൂടെ മുകളിലോട്ട് കാണും. പിന്നെ ആയുഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 3 പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാ മേഖലയിലും, ഫിഷറീസിൻ്റെ മേഖലയിൽ ഒരുപാടുണ്ട്, ഇൻലാൻഡ് വാട്ടർ നാവിഗേഷനിൽ ഒരുപാട് കോറിഡോർസും കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ലോജിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. കാരണം നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ റോഡൊക്കെ ഏകദേശം ഒരു ലെവലിലാക്കിയപ്പോൾ ഇനി അടുത്ത് വേണ്ടത് തീർച്ചയായിട്ടും ലോജിസ്റ്റിക്സ് ആണ്. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക്സുകളാണ്. കാരണം ഫ്രീ ഗുഡ്സ് മൂവ്മെൻറ്റ്സുകൾ നമ്മൾ പലയിടത്തുമാണ്, കോറിഡോറുകൾ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ലൊരു ഗ്രോത്ത് എഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു ഇക്കോണമിയിലേക്കുള്ള ഒരു കാൽവെപ്പായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. സർ, അടുത്തതായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബാങ്കിങ് മേഖലയെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചില നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ, അതായത് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ എക്കണോമിക് സർവേയിലൊക്കെ ഉണ്ടായിരുന്ന ഡാറ്റ പരിശോധിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നിലവിലിപ്പോൾ ബാങ്കിങ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ, നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് തന്നെ ആദ്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, നിലവിലിപ്പോൾ വളരെ വലിയ രീതിയിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏകദേശം 1.25% രീതിയിലുള്ളൊരു ഇടിവ് നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് നിലവിലിപ്പോൾ രേഖപ്പെടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിനെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് നിലവിലിപ്പോൾ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് നമ്മുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് നായർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സൂരജ് സാർ, ബഡ്ജറ്റ് ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം നിലവിലിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഒരു വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോഴൊരു ഇടിവാണ് രേഖപ്പെടുന്നത്. സാർ, ഈ ബഡ്ജറ്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ നിഖിൽ. അങ്ങനെ FY 26-27 ബഡ്ജറ്റ് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാർക്കറ്റ് തന്നെ അതിന് ഉത്തരം തരുന്നു എന്നുള്ളതാണ്. സെൻസെക്സ് ഏതാണ്ട് 1400 പോയിന്റിനും നിഫ്റ്റി ഏതാണ്ട് 450 പോയിന്റിനും ഡൗൺ ആണ് എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ഇറങ്ങിയിൽ ഏറ്റവും വളരെ മോശമായ ബഡ്ജറ്റ് എന്ന് ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന്റെ കാര്യത്തിലായാലും ശരി, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിന്റെ ആണെങ്കിലും ശരി, അത് മാത്രമല്ല FIS സെല്ലിംഗ് എന്ന കാലഘട്ടത്തിൽ മാർക്കറ്റിന് എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്സ് വരുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് വളരെ വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ് മാർക്കറ്റിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പരമാർത്ഥം എന്നുള്ളത്. ബൈ ബാക്സ് പോലും, അതായത് ക്യാപിറ്റൽ ഗെയിൻസ്, ബൈ ബാക്ക് ഏതൊരു ഷെയർ ഹോൾഡറിനും ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ ബൈ ബാക്ക് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതേപോലുള്ള ഡ്രക്കോണിയൻ ആയിട്ടുള്ള മെഷർ ഗവൺമെന്റ് അവോയ്ഡ് ചെയ്യാമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. STTയുടെ കാര്യത്തിലാകട്ടെ, ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ STT ഒരു ഇൻക്രീസ് ആണ്, ഏതാണ്ട് 0.05%.
അത് ഏതാണ്ട് 0.02% നിന്ന് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് വീണ്ടും ക്യാപിറ്റൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് പുതിയതായിട്ടുള്ള സെക്ടറുകളിൽ പല ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ടാക്സ് ഹോളിഡേ ഏതാണ്ട് ഡേറ്റാ സെന്റേഴ്സിന് 2047 വരെ കൊടുക്കുകയും അതുമാത്രമല്ല ക്ലൗഡ് സർവീസസ് ചെയ്യുന്ന ഫോറിൻ കമ്പനീസിനും ടാക്സ് ഹോളിഡേസ് 2047 വരെ കൊടുക്കുകയും അതിൽ ഇന്ത്യൻ പാർട്ണർ വേണം എന്നുള്ള നിബന്ധന വയ്ക്കുകയും ചെയ്യുന്നതൊക്കെ ഈ വക സെക്ടേഴ്സിന് നല്ലതാണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ നിരാശാജനകമായ ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നല്ല കാര്യങ്ങളായി നമുക്ക് നോക്കാനുള്ള FY27 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് വീണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 12.2 lakh crore, അതായത് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കഴിഞ്ഞ കൊല്ലം 10 ലക്ഷമായിരുന്നെങ്കിലേക്കാളും അതേക്കാളും കൂടുതലായിട്ടുണ്ട് 12.2 lakh crore എന്ന് പറഞ്ഞ ഫിഗർ. അതൊരു പക്ഷേ മാർക്കറ്റ് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സിനും പോർട്ട്, സീപോർട്ട്, എയർപോർട്ട്, ബ്രിഡ്ജസ്, റെയിൽവേ പോലുള്ള കമ്പനിക്ക് ഗുണകരമായിട്ട് വരുമെങ്കിലും ഓവറോളായിട്ടുള്ള മാർക്കറ്റിന്റെ നെഗറ്റീവ് സെന്റിമെന്റ്സ് ഈ സ്റ്റോക്കിനെയും നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. FY26 ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 4.4% GDP എന്ന് എസ്റ്റിമേറ്റ്. അത് മാത്രമല്ല FY27 അവർ പറഞ്ഞിരിക്കുന്ന എസ്റ്റിമേറ്റ് 4.3% ഓഫ് GDP. ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഗവൺമെന്റ് ഫിസ്ക്കൽ പ്രൂഡൻസിനായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് നമുക്ക് ഒരൊറ്റ പോയിന്റിലേക്ക് നമുക്ക് ചെന്നെത്താം. ഗവൺമെന്റ് ഫിസ്ക്കൽ പ്രൂഡൻസും ഫിസ്ക്കൽ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ബഡ്ജറ്റ് പറയുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് ടോട്ടൽ എക്സ്പെൻഡിച്ചർ FY27 എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത് 53.5 lakh crore ആണ്. FY27 നെറ്റ് ബോറോയിങ് മാർക്കറ്റിൽ ഏതാണ്ട് 11.7 lakh crore കൂടിയാണ് എന്നുള്ളതാണ്. ഗവൺമെന്റ് FY27 എസ്റ്റിമേറ്റഡ് നെക്സ്റ്റ് ടാക്സ് റെസിപ്റ്റ് 28.75 lakh crore എന്നുള്ളതും, അതായത് ഫിസ്ക്കൽ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിന്റെ കാര്യത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസ്ക്കൽ പ്രൂഡൻസ് കൊണ്ടുവരാൻ വേണ്ടി ഫിനാൻസ് മിനിസ്റ്റർ മാക്സിമം എന്താ പറയുക ഒരു എഫേർട്ട് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഓഫ് കോഴ്സ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫിസ്ക്കൽ പ്രൂഡൻസ് ഉള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നും വളരെ വലിയൊരു നെഗറ്റിവിറ്റിയാണ് കാണുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് മാർക്കറ്റ് തന്നെ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് 500 പോയിന്റോളം തന്നെ നിഫ്റ്റി മൈനസ് ആയിരുന്നു എന്നുള്ള ഏതെല്ലാം സെക്ടറുകൾ ലീഡ് ചെയ്ത് നിഫ്റ്റി 50 കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ടുണ്ടോ എല്ലാം തന്നെ നെഗറ്റീവ് ആയിരുന്നു. ഞാൻ ഒരു പക്ഷേ ഈ ലൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നോക്കിയ ഫാർമ ഇൻഡെക്സ് മാത്രമാണ് ഒരു റിലീഫ് റാലി തരുന്നത് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും അടുത്ത കാലത്ത് ഞാൻ ഫേസ് ചെയ്തപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. നിഖിൽ, ഓവർ ടു യു. താങ്ക് യു സൂരജ് സർ. സർ, അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ബാങ്കിങ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നു. അത് ബാങ്കിങ് മേഖല സ്ട്രക്ചറലി പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചില സൂചിക പരിശോധിക്കുകയാണെങ്കിൽ എന്നാൽ ആ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഏകദേശം 1.25% ഒരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. നിലവിലിപ്പോൾ പ്രൈവറ്റ് ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ PSU ബാങ്കിങ് സൂചികകളുടെ തന്നെ ആ ഒരു രീതിയിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിലിപ്പോൾ പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളായിട്ടുള്ള HDFC ബാങ്ക് അല്ലെങ്കിൽ ICICI ബാങ്ക് ഒക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകളും മറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസും എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ടെക്നിക്കൽ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബാങ്കിങ് മേഖലയെ സംബന്ധിച്ച് ഇത് വലിയൊരു ട്രിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഹൈ പവർ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു ബാങ്കിങ് മേഖലയുടെ പരിഷ്കരണം. കാരണം ഇതുവരെയുള്ള പെർഫോമൻസ്, ഇപ്പോൾ നിൽക്കുന്ന പെർഫോമൻസ് ബാങ്കുകൾ വളരെ നല്ലതാണ്, വളരെ ക്യാപിറ്റലൊക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ടുണ്ട്, അവരുടെ ബാലൻസ് ഷീറ്റൊക്കെ സ്ട്രെങ്ത് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു നിലയിൽ നിന്ന് പുതിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡയറക്റ്റായിട്ടുള്ള മെഷേഴ്സ് പറയാതെ അതൊരു ഹൈ പവർ കമ്മിറ്റി അവിടെ വയ്ക്കുമ്പോൾ അവിടെ വളരെ സ്കോപ്പ്, ഒരു വൈഡ് സ്കോപ്പ് തന്നെ നമ്മളിപ്പോൾ, കാരണം ഇപ്പോൾ RBI കുറേ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്, അതിപ്പോൾ എഫക്റ്റ് ആവാൻ പോകുന്നു. ഏപ്രിൽ ജൂണൊക്കെ ആകുമ്പോഴേക്ക് അതിൻ്റെയൊക്കെ എഫക്റ്റുകൾ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഷോർട്ട് കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതുകൂടെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു വൈഡ് സ്കോപ്പ് ആണ് ഈ കമ്മിറ്റി എന്ന് പറഞ്ഞ് അവിടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അപ്പോഴപ്പോഴും വരുന്നത് അത് നടപ്പാക്കുക എന്നായിരിക്കാം അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇമീഡിയറ്റ് വരുന്ന ചേഞ്ചുകളെ കൂടെ അതിലെടുക്കാൻ കഴിയുമെന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മെഷേഴ്സ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വൈഡ് സ്കോപ്പുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള, അതായത് ഫ്യൂച്ചറിലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് തന്നെ യൂസ് ചെയ്ത്, കാരണം ഇപ്പോൾ പറയുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ ഉള്ള ചലഞ്ചസുകളും കൂടെ എടുത്തുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി അത് ഓവർ റിയാക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മാർക്കറ്റിലെ ഫണ്ട് വരുന്നതിന് ഇപ്പോൾ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഇതൊക്കെ ഉള്ളതുമ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഈ ഫണ്ട് ഫ്ലോ എന്തായിരുന്നാലും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുമല്ലോ.
അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ബാങ്കുകൾക്ക് കൂടുതൽ റോൾ പ്ലേ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെയോ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ അത് നല്ലതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്കിൻ്റെ റിക്കവറിക്കായിരിക്കും നമ്മളത് സാക്ഷ്യം വഹിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലൊരു ഫണ്ട് ഫ്ലോ ഉണ്ട് ഈ മാർക്കറ്റിലേക്ക്. ഇപ്പോൾ മാർക്കറ്റിന് നെഗറ്റീവ് ആണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. കാരണം അതിൽ വളരെയധികം നെഗറ്റീവിനും ആശങ്കയ്ക്കുള്ള വകയുണ്ട്, ബൈബാക്കൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, STT ആയിരുന്നാലും ബൈബാക്ക് ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഫണ്ട് ഫ്ലോ തീർച്ചയായിട്ടും ബാങ്കിങ് സൈഡിലേക്ക്. അപ്പം ബാങ്കിൻ്റെ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റി ഓവറായിട്ട് റിയാക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ റിക്കവറീസൊക്കെ തരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു ബാങ്കിങ് സൈഡിലേക്കും കുറച്ച് ഫണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ അത് ഒരു ബാലൻസിങ് ആക്ട് നടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൻ്റെ ഇൻഡെക്സിൽ നെഗറ്റിവിറ്റി വരാനുള്ള സാധ്യത ഉണ്ട്. ബാങ്ക് ഇൻഡെക്സിനെ പോലുള്ള അതിലൊക്കെ തന്നെ. കാരണം നല്ല സ്ട്രോങ് സപ്പോർട്ടാണ് ഇപ്പോൾ ഒരു 58,000 ആ ലെവലിൽ നിൽക്കുന്നത്. അവിടെ നിന്നും താഴോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. ഒരു കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ നല്ലതുപോലെ പ്രതീക്ഷിക്കാം. ബട്ട് ഇതിന് ഓവർകം ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമാണ് നമുക്കിനി അടുത്ത വലിയൊരു മൂവ്മെൻറ്റ്സ് ആയിട്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. സാർ, ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാർ ഇപ്പോൾ ഓവർ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കനത്ത രീതിയിലുള്ളൊരു ഇടിവ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഡൈസസ് പരിശോധിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ തിമാറ്റിക്കൽ ഇൻഡൈസസ് ആയിട്ടുള്ള ഇന്ത്യ ഡിഫൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 4.64% ഒരു വലിയ രീതിയിലുള്ളൊരു ഇടിവാണ് നിലവിലിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിലിപ്പോൾ ഒരു ഡിഫൻസ് മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ബജറ്റിൽ നൽകിയിരിക്കുന്ന ഒരു പ്രാതിനിധ്യത്തെയും ഡിഫൻസ് ഇൻഡെക്സിൻ്റെ ഒരു പെർഫോമൻസിനെയും സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ഇൻഡെക്സിൽ നോക്കി കാണുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിലുള്ള ഇടിവ് എന്ന് പറയുന്നത് ക്യാപെക്സ് അല്ലെങ്കിൽ കൂടുതൽ ഫണ്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലൊരു ക്ലാരിറ്റി ഇപ്പോൾ വന്നിട്ടില്ല. ബട്ട് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ കസ്റ്റംസ് ഡ്യൂട്ടി ഇതൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഇളവുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ആൾറെഡി നമ്മൾ ഒരുപാട് ഫണ്ടിൽ ഇത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഓർഡേഴ്സുകളുണ്ട്. പിന്നെ ഗവൺമെൻറ്റിന് ആവശ്യമായ രീതിയിലുള്ള പുതിയ ഡിഫൻസിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഉള്ള ഒരു ബേസിക് സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഫണ്ടിങ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ക്യാപെക്സ് വരാം ആണെങ്കിൽ അതിന് സഹായകമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഗവൺമെൻറ് കമ്പനികൾ കുറച്ച് ഡൗൺ. കാരണം ഇപ്പോഴത്തെ ഡിഫൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനികളാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഷിഫ്റ്റ് സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫേവറബിളായി കൊടുക്കുമ്പോൾ അവിടെ പ്രൈവറ്റിലേക്ക് കൂടുതൽ അഡീഷണൽ ഫണ്ട് വരാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റിലേക്ക് കുറച്ചുകൂടെ ഫണ്ട് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് പോവുക അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയോ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ഗവൺമെൻറ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോമിനേറ്റ് ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഒരു ഇൻഡെക്സിൽ നമുക്കിപ്പോൾ ഡൗൺ കാണാൻ പറ്റുന്നത്. പക്ഷേ കുറച്ച് കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവും. കാരണം ആൾറെഡി അത് കറക്റ്റീവ് ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫൻസ് മേലെ കുറച്ച് കറക്റ്റീവ് ആക്ഷനിലായിരുന്നു. അപ്പോൾ അത് ഇനിയും കുറച്ചുകൂടെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഒരു ഫെയർ വാല്യൂയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. PSCയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ സാർ ഇപ്പോൾ FDIയുടെയും മറ്റുമൊക്കെ ഒരു ഇൻ്റർവെൻഷനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് മേഖലയ്ക്ക് നൽകുന്ന ഒരു പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 2% മുകളിലേക്കുള്ളൊരു ഇടിവാണ് നിഫ്റ്റി PSC ഇൻഡെക്സ് നിലവിലിപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ബജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റുമൊക്കെ, അതായത് വലിയ രീതിയിലുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തന്നെയായിരുന്നു പൊതുമേഖല. അവയുടെ ഒരു പ്രാധാന്യത്തെ നൽകിയിരിക്കുന്ന ഒരു പ്രാധാന്യത്തെയും ഒക്കെ തന്നെ ഈ ഒരു ബജറ്റിന് ശേഷം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഇപ്പോഴത്തെ പൊതുമേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് കമ്പനികളിലെല്ലാം തന്നെ ഇപ്പോൾ ആൾറെഡി നല്ല പെർഫോമൻസ് ആണ്. ബാലൻസ് ഷീറ്റിലോ കാര്യങ്ങളിലൊക്കെ നമ്മൾ ചില കമ്പനികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കമ്പനികളും ഡിഫൻസ് ആയിരുന്നാലും നമ്മളെ ക്യാപിറ്റൽ ഗുഡ്സിലുണ്ടായിരുന്ന ബാങ്ക്സ് ആയിരുന്നാലും ഇങ്ങനെയുള്ള ബാങ്ക്സ് ആൾറെഡി വലിയ പോസിറ്റീവാണ്. ഡിഫൻസ് നമുക്ക് നല്ലൊരു റിട്ടേൺസ് ഒക്കെ തന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് പോവേണ്ടതാണ്. അപ്പോൾ ഈ പൊതുമേഖല കമ്പനികളൊക്കെ തന്നെയാണ്. ഇനി പവർ മേഖലയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ 2 പവർ കമ്പനികളെ റീവാമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ഘടകങ്ങളാണ്. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്രത്തോളം വരുമെന്ന് എനിക്ക് ഇപ്പോൾ പറയാനായിട്ട് കഴിയില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് വാല്യുവേഷനും ഇതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്.
അടുത്തായിട്ട് ടെക്സ്റ്റൈൽ സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ തന്നെയായിരുന്നു ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത്. ടെക്സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ താരിഫ് പ്രതിസന്ധികളും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നതും ടെക്സ്റ്റൈലായിരുന്നു. ആ ഒരു രീതിയിൽ പരിശോധിക്കുമ്പോൾ നിലവിലിപ്പോൾ ടെക്സ്റ്റൈലിന് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഈ ഒരു മാർക്കറ്റ് നിലവിലിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് നിലവിലിപ്പോൾ പരിഗണിച്ചിരിക്കുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ ഗാർമെൻറ്റ്സ്, അതായത് പരമ്പരാഗത ടെക്സ്റ്റൈൽസിൽ നിന്ന് മാറിയിട്ട് നിലവിലിപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസും മറ്റുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള രീതികളിലേക്കും ഒക്കെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ വരുന്ന ഒരു രീതിയിലുള്ളൊരു പ്രവർത്തനം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബജറ്റിൽ ടോട്ടൽ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇടിവും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെങ്കിൽ കൂടിയും നിലവിൽ ഈ വരുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ SRF പോലുള്ള ഓഹരികളിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും SRFിനൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും ആ ഒരു ഡേറ്റ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. എന്നാലും ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യം ഈ ഒരു ഇതിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും അതുപോലെ തന്നെ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ അടുത്തായിട്ട് ടെക്സ്റ്റൈൽ മേഖല നിലവിലിപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളും മറ്റുമൊക്കെ ടെക്സ്റ്റൈൽ മേഖലയെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നാണ് സാറ് കാണുന്നത്? ടെക്സ്റ്റൈൽസിൽ നമ്മളിപ്പോൾ വലിയ ചലഞ്ചസാണ് നേരിടുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബൽ ഇതിൽ വന്നിട്ടുള്ള താരിഫ് ഇഷ്യൂവായി ബന്ധപ്പെട്ട് ടെക്സ്റ്റൈൽ മേഖല വളരെയധികം ചലഞ്ചസ്, ആ ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ടെക്സ്റ്റൈൽ പാർക്ക് അപ്ഗ്രേഡേഷൻ, ലേബർ അപ്ഗ്രേഡേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ള പദ്ധതികളുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം വന്നത് വളരെയധികം സ്വാഗതാർഹമാണ്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം മുമ്പും ഇതേപോലെ തന്നെ ആയിരുന്നു. വാജ്പേയി ഗവൺമെൻറ് സമയത്താണെന്ന് തോന്നുന്നു ഒരു ടെക്സ്റ്റൈൽ അപ്ഗ്രേഡേഷൻ ഫണ്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ സെക്ടറിനെ അന്ന് റീമാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗ്ലോബലി ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ മേഖലയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനേക്ക് സഹായിക്കും. അപ്പോൾ ഇത് ഒരുപാട് അപ്ഗ്രേഡേഷൻസോ നമ്മളിപ്പോൾ വലിയൊരു ടെക്നോളജി അപ്ഗ്രേഡേഷൻസും ലേബറിൻ്റെ അപ്ഗ്രേഡേഷൻസും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഇതിൻ്റെ പ്രൈസുകളിലുള്ള മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ഞാനൊരു പ്രൈസ് മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഇതിന് ശേഷം പ്രൈസ് മൂവ്മെൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. കുറച്ച് ടൈം അതിന് കൊടുക്കുക. അതിന് ശേഷമായിരിക്കും ഈ കമ്പനികളിലെല്ലാം തന്നെ നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തായിട്ട് നമുക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ അറിയേണ്ടതുണ്ട്. മാർക്കറ്റ്സിൻ്റെ ലെവൽസൊക്കെ തന്നെ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സഫാൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സഫാൻ, നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇടിവ് ഏകദേശം 1.5% ആയിരിക്കുന്നു. നിഫ്റ്റി ബാങ്കും സമാനമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. സെക്ടറൽ സൂചികൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ? മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം റീസെൻ്റ്ലി ഇങ്ങനെ ബജറ്റ് ഡേയ്സിൽ ഒരു സെൽ ഓഫ് നടന്നത് 2020 അത് ഫെബ്രുവരി 1 2020 ഒരു സെൽ ഓഫ് 2.51% സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതിനുശേഷം മാർക്കറ്റിൽ നമുക്കൊരു വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ഇന്നും അതുപോലെ 1%നും സെക്ടേഴ്സിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ബ്ലീഡിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നു. ഒട്ടുമിക്ക സെക്ടേഴ്സിലെല്ലാം സെൽ ഓഫ് കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 1.17% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ അതായത് നിഫ്റ്റി ഫിൻസർവിൽ സെൽ ഓഫ് ആണ്. അതുപോലെ FMCG, IT എല്ലാ മേഖലയിലും നമുക്കൊരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഡിഫൻസ് ഇൻഡെക്സിലെല്ലാം എല്ലാവരും നല്ലൊരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്ത ഒരു മേഖലയായിരുന്നു. ഈ ഒരു മേഖലയിലും നല്ലൊരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒട്ടുമിക്ക ഡിഫൻസ് ഓഹരികളിലെല്ലാം ഇന്നൊരു വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിൽ അതായത് ഡിഫൻസ് മേഖലയിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിനെ മാത്രം കൺസിഡർ ചെയ്യാമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ചാർട്ട് വൈസ് ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഓവറോൾ ഒരു വീക്ക്നെസ് ഭാരത് ഇലക്ട്രോണിക്സിലും ഈ മണിക്കൂറിൽ നമുക്ക് സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിൽ എന്നാൽ ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് സെനാരിയോയിൽ നമുക്ക് സ്ട്രോങ് വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്താവുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഫോർ എക്സാമ്പിൾ വെർണോവ പോലുള്ള സ്റ്റോക്സ് എല്ലാം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ തന്നെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആകുമ്പോൾ ഈ ഒരു ഇന്ന് വീക്ക്നെസ് കാണിക്കാത്ത സ്റ്റോക്സിലായിരിക്കും കൂടുതൽ അപ്സൈഡ് റാലി ഒരു മൊമെന്റം എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്.
ഏറ്റവും കൂടുതൽ ആഘാതം നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള അതായത് മെറ്റൽ സ്റ്റോക്സിലെല്ലാം കംപ്ലീറ്റ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിലെ ഹിന്ദുസ്ഥാൻ കോപ്പർ, അതുപോലെ നാഷണൽ അലുമിനിയം, വേദാന്ത എന്നീ സ്റ്റോക്സിലെല്ലാം കംപ്ലീറ്റ്ലി സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും അതിന്റെ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ ഇടിവ് വിലയിരുത്തി നമുക്കൊരു മാർക്കറ്റിന്റെ ട്രെൻഡ് കൺഫോർമേഷൻ ഇല്ല. ലാസ്റ്റ് 11 ഇയേഴ്സായി മാർക്കറ്റിൽ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലെ കൺസിഡറബിൾ മൂവ്മെന്റ്സ് സെൽ ഓഫ് നടന്നെങ്കിൽ പോലും നെക്സ്റ്റ് 3 days ആണ് ടു ഇമ്പോർട്ടൻറ്റ് എന്നതാണ്. മാർക്കറ്റിൽ നമുക്കറിയാം 2016, 2017, 2021 ഈ ദിവസങ്ങളിലെല്ലാം ബജറ്റിന് ശേഷം കണ്ടിന്യൂസ് 3 ദിവസം ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോർമേഷൻ, അതിനുശേഷം ഒരു ഷോർട്ട് ടേം റാലി ആയിരുന്നു ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2020 മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്. അത് അൺഎക്സ്പെക്ടഡ് ഈവന്റ് ആയ കൊറോണ ക്രാഷിനെ തുടർന്നായിരുന്നു അങ്ങനെ ഒരു സെൽ ഓഫ് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. 2018, 2019, 2023 എന്ന ഇയേഴ്സിലെല്ലാം ബജറ്റ് ഡേയ്സിന് ശേഷം കണ്ടിന്യൂസ് 3 days സെൽ ഓഫ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് ഒരു വീക്ക്നെസ്സിലേക്കാണ് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നെക്സ്റ്റ് 3 days ആണ് ബജറ്റിന്റെ ട്രെൻഡ് കൺഫേം ചെയ്യുക എന്നതാണ് ലാസ്റ്റ് 11 ഇയേഴ്സിന്റെ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കറന്റ് മാർക്കറ്റ് നോക്കുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സിനുള്ള ഒരു ട്രാപ്പ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് മാർക്കറ്റിൽ ഓവറാൾ സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ്, അതായത് ലോവർ ലെവലിന് നിഫ്റ്റിയിൽ നമുക്കറിയാം ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്നു, വീണ്ടും സെൽ ഓഫ്, അങ്ങനെ കണ്ടിന്യൂസ് സെൽ ഓഫ് ആണ് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഇൻഡെക്സിലെല്ലാം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഈ മണിക്കൂറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒട്ടുമിക്ക ഓഹരികളിലെല്ലാം സെൽ ഓഫ് ആണ്. ഇപ്പോൾ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഓഹരി നോക്കുകയാണെങ്കിൽ 1.31% മുന്നേറ്റമാണ് വിപ്രോ കാണാൻ സാധിക്കുന്നത്. അതുപോലെ TCS, സൺഫാർമ, HDFC ബാങ്ക് എന്നിവയിലും ഈ ഒരു ഇടിവിലും സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു മെറ്റൽ ഇൻഡെക്സിലെ ഒട്ടുമിക്ക, അതായത് നമുക്കറിയാം ലാസ്റ്റ് ടൈം മെറ്റൽ ഇൻഡെക്സിൽ ഒരു കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം സെനാരിയോ തന്നെയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 4.73% സെൽ ഓഫ് ആണ് ഹിന്ദാൽക്കോയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ആകട്ടെ 3.5% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ശ്രീറാം ഫൈനാൻസ്, SBI ഓഹരികളിലും സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒട്ടുമിക്ക ബാങ്കിങ് ഓഹരികളിലെല്ലാം സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ 5% സെൽ ഓഫ്, അതുപോലെ SBI, കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നീ ബാങ്കിങ് ഓഹരികളിലെല്ലാം സെൽ ഓഫ്, അതായത് ടെക്നിക്കലി വീക്ക്നെസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ട്രെൻഡ് കൺഫോർമേഷൻ വരും ദിവസങ്ങളിൽ, അതായത് മാർക്കറ്റ് ഒരു സെറ്റിൽ ചെയ്യണമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ബജറ്റിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു PSU ബാങ്ക്. പക്ഷേ PSU ബാങ്കിൽ കറന്റ് 3.81% സെൽ ഓഫ് ആണ്. അത് മാർക്കറ്റ് നല്ലൊരു നെഗറ്റീവ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ 6.62% സെൽ ഓഫ്, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, SBI ഓഹരികളിലെല്ലാം സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും ടെക്നിക്കൽ സ്റ്റേറ്റ്, അതായത് PSU ബാങ്ക് ഇൻഡെക്സ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റിൽ ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ തന്നെയാണ് PSU ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് പറയാൻ സാധിക്കും. ഈവൻ ഈ ഒരു കറക്ഷൻ സ്ട്രോങ് ഡിമാൻഡ് സോണിൽ നിന്നും ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് ലോവർ ലെവലിന് ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷനാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. 8578 എന്നത് നിയർ ടേം ഡിമാൻഡ് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിൽ നിന്ന് റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. മെറ്റൽ ഇൻഡെക്സിലാണ് നമുക്ക് റീസെന്റ് ഹയർ ലെവലിൽ കണ്ടിന്യൂസ് സബ്സെറാലായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു സെൽ ഓഫ്, ഒരു ഗ്യാപ് ഡൗണിന് ശേഷമുള്ള ഒരു സെൽ ഓഫ് ആണ് മെറ്റൽ ഇൻഡെക്സിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓട്ടോ മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ 1.25% സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആഘാതം നമുക്കറിയാം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലെയാണ് കൂടുതൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിലും ഒരു നെഗറ്റീവ് റിഫ്ലക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 18,000 എന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്ലൈ സോണായി ആക്ട് ചെയ്ത് കണ്ടിന്യൂസ് ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്തെങ്കിൽ പോലും ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് ബോട്ടം ലെവലിലെല്ലാം ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് സസ്റ്റെയിൻ ചെയ്യാൻ ഇന്ന് ഈ മേഖലയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു മേഖലയിൽ ഒരു ട്രെൻഡ് കൺഫോർമേഷൻ ലഭിക്കണമെങ്കിൽ 18,000 എന്ന നിയർ ടേം ഹഡിൽ മറികടക്കണമെന്നാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. സ്മോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും കറന്റ് ഒരു സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് നമുക്കറിയാം 20th ജനുവരിയിലാണ് ഒരു ബ്രേക്ക് ഡൗൺ, അതായത് ഇമ്പോർട്ട് ലെവലിൽ നിന്നൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. അതിനുശേഷം ഈ 58,831 എന്ന മേഖല മറികടക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന മിഡ് ക്യാപ്പ് ഇൻഡെക്സിനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. സെയിം സെനാരിയോ തന്നെയാണ് ബഡ്ജറ്റ് ഡേയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 58,831 എന്ന മേഖല മറികടന്ന ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ മിഡ് ക്യാപ്പ് ഓഹരികളിൽ ഒരു അപ്സെറാലി എക്സ്പെക്ട് ചെയ്യാവൂ എന്നതാണ് പല അനലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതായി മീഡിയ സെക്ടറിലെ, അത് ടെക്നിക്കലി വീക്ക് സെയിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചികയുടെ
ഇന്നത്തെ ക്യാൻഡിൽ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ സെൽ ഓഫ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. മീഡിയ ഓഹരികളിലെല്ലാം നമുക്കറിയാം സരിഗമ പോലുള്ള ഓഹരികളിലെല്ലാം ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒട്ടുമിക്ക മീഡിയ സൂചികയിലെ ഓഹരികളിലും കണ്ടിന്യൂസ് ലോവർ ഹൈ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് മീഡിയ സൂചിക അതിന്റെ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 1480 എന്ന ഹഡിലെങ്കിലും മറികടക്കണമെന്നാണ് പല അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതായി മറ്റൊരു ട്രെൻഡിങ് മേഖലയായ ഓട്ടോ മേഖലയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ MRF 0.59% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ ഹീറോ മോട്ടോ കോർപ്പിലും നേരിയ തോതിലുള്ള മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് അനലൈസ് ചെയ്യുമ്പോൾ ബജാജ് ഓട്ടോ 1.5% സെൽ ഓഫ്, അശോക് ലേലാൻഡ് 1.64% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇടിവിലും സസ്റ്റെയിൻ ചെയ്ത ഓഹരിയായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. കാരണം നമുക്കറിയാം അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റ് സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. മേ ബി നെക്സ്റ്റ് 3 ഡേയ്സിൽ മാർക്കറ്റ് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അശോക് ലേലാൻഡ് വീണ്ടും ന്യൂ ഹൈ രേഖപ്പെടുത്താനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ അപ്പോളോ ടയേഴ്സ് 0.23% സെൽ ഓഫ്, TVS മോഡലും 1.18% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓവറോൾ മാർക്കറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലീഡിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു മേഖല. അത് അടുത്തതായി റിലയൻസ് ഇൻഡസ്ട്രീസിനെ അനലൈസ് ചെയ്യുമ്പോൾ 1.1% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം കറന്റ് ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 1389, 1364 എന്ന സോൺ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ട് സോണാണ്. ഈ സോണിൽ നിന്ന് ഒരു പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽ സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല. ഇന്നും ഒരു വീക്ക്നെസ് തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ ഒരു സപ്പോർട്ട് ലെവൽ അതായത് 1364, 1389 എന്ന റേഞ്ച് ഹോൾഡ് ചെയ്യുക എന്നത് ക്രൂഷ്യലാണ്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു പ്രോപ്പർ റീകവറി ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച GE വെർണോവ കറന്റ് ഒരു പോസിറ്റീവാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ലോവർ ലെവലിന്റെ ഡിമാൻഡ് എടുക്കുന്ന ഒരു ക്യാൻഡിൽ ഫോർമേഷൻ. അതായത് മാർക്കറ്റിൽ നമുക്കറിയാം ഓവറോൾ ഒരു സെൽ ഓഫ് ആണ് ഒട്ടുമിക്ക മേഖലയിലും കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും അതിന്റെ സ്ട്രെങ്ത് കാണിക്കുക, അതായത് അപൂർവമായിട്ടാണ് ഇങ്ങനെ മാർക്കറ്റിൽ സെൽ ഓഫിലും ചില സ്റ്റോക്സിൽ നമുക്ക് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ സ്റ്റോക്സിനെയാണ് പിന്നെ അതൊരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ടെക്നിക്കലി ഒരു ബേസ് ഫോം ചെയ്ത് കണ്ടിന്യൂസ് അപ്സൈഡ് റാലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല അനലിസ്റ്റുകളും ഇന്നത്തെ ഡേ നല്ലൊരു സെൽ ഓഫ് നടന്നെങ്കിൽ പോലും സസ്റ്റെയിൻ ചെയ്യുന്ന ഓഹരികളെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതായത് പ്രോപ്പർ ടെക്നിക്കലി സ്റ്റേറ്റ് ഹയർ ലെവലിൽ ബേസ് ഫോം ചെയ്യുന്ന സ്റ്റോക്സിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പല അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. അടുത്തതായി മറ്റൊരു ട്രെൻഡിങ് മേഖലയായ ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ മേഖലയിലും ഇന്ന് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 26,910, 26,734 എന്ന സോൺ ഹോൾഡ് ചെയ്യുക എന്നത് ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അല്ലാത്ത പക്ഷം ഒരു വീക്ക്നെസ്സിനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത്. യെസ്, ഇവയൊക്കെയാണ് നമുക്ക് ഓവറോൾ മാർക്കറ്റ് അറ്റ്മോസ്ഫിയർ ആയി പങ്കുവെക്കാനുള്ളത്. Budget beyond digits. This program co-sponsored by JMJ Fintech, NBFC listed at BSE. In association with Shalom Mattress, everlasting comfort and durability. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.